ഈ വിഷു നമുക്ക് വീട്ടുകാരുടെ ഒപ്പം ആഘോഷിക്കാൻ പറ്റി. അതന്നെ ഒരു വലിയ കാര്യം. കാരണം കഴിഞ്ഞ വിഷുവിനൊക്കെ ഞങ്ങൾ ജർമ്മനിയിലായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും ചേട്ടനും ഒരുമിച്ച് ചേട്ടൻ്റെ വീട്ടിൽ ഒരു ഏതെങ്കിലും ഒരു വിശേഷ ദിവസം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മ അനിയത്തി ഉണ്ട്, ചേട്ടൻ്റെ അമ്മ അച്ഛനൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു കുട്ടി വിഷു പരിപാടിയൊക്കെ പോകുന്നത്. അപ്പം ഇന്നലെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ചു. പിന്നെ ഇന്ന് രാവിലെ കണിയൊക്കെ കണ്ടു. ഇന്ന് കുളിച്ച് റെഡിയൊക്കെ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ ആ വിഷ്വൽസൊക്കെ കണ്ടിട്ട് വരും. അപ്പം പിന്നെ കാണാം. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞാൻ കഴിഞ്ഞ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തലേ ദിവസം കമ്പിത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചത്. അതേപോലെ നമ്മൾ ഇതൊക്കെ ഷോപ്പിംഗ് ചെയ്യാൻ പോയതും ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരൂ. അപ്പോൾ നമ്മൾ ഇന്നിതാ വീണ്ടും കണിയായിട്ട് സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. കണി കണ്ടു. അതേപോലെ തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള വിഷു കഴിഞ്ഞിട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സദ്യ, പിന്നെ എൻ്റെ കുറച്ച് പ്രിയപ്പെട്ടവരും. ഇതൊക്കെയാണ് ഈ വ്ളോഗിലുള്ളത്. പണ്ട് തൊട്ട് എൻ്റെ വീട്ടിൽ അങ്ങനെ വേറെ ഏതൊരു ആഘോഷം ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തെങ്കിലും വിഷുക്കണി എന്നുള്ളത് ഒരു മസ്റ്റ് തിങ് ആയിരുന്നു. അത് കുറേ നാളുകൾ അമ്മ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അറിവ് വെച്ച് തുടങ്ങിയപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ നല്ല രസമാണ് വിഷുവിന് കണിയൊക്കെ ഇങ്ങനെ ഒരുക്കാനും അത് കാണാനും. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് നമ്മൾ പിന്നീടുള്ള ആ വർഷം മൊത്തം ഈ വിഷുക്കണിയുടെ എഫക്റ്റിൽ ആ ഒരു ഐശ്വര്യത്തിലാണ് പോണേ എന്നൊക്കെയാണ്. പക്ഷേ സ്റ്റെയറിൽ നിന്ന് തട്ടി വീണ്ടാന്ന് കരുതിയിട്ട് ഞാൻ കണ്ണൊക്കെ തുറന്നിട്ടാണ് താഴത്തേക്ക് ഇറങ്ങുന്നത്. പിന്നീട് ഞാൻ പോയി കണ്ണൊക്കെ പൊത്തി ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ വിഷുക്കണി. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷുക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ചേട്ടൻ്റെ അച്ഛനും അതേപോലെ അസിസ്റ്റൻ്റായിട്ട് ചേട്ടൻ്റെ അമ്മയും കൂടിയിട്ടാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വിഷുക്കണിയായിരുന്നു. ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഈ പൂമാല വാങ്ങിച്ചതൊന്നും. ഇതെല്ലാം സെറ്റ് ചെയ്ത് തലേ ദിവസം എല്ലാം റെഡിയാക്കിയത് അച്ഛനാണ്. പിന്നീട് നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ആചാരം എന്നൊക്കെ പറയാം. നമ്മൾ കണി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പടക്കം പൊട്ടിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഞാനൊക്കെ ഭയങ്കര പകുതി ഉറക്കത്തിൽ കിളി പോയ അവസ്ഥയിലിരിക്കുന്നതുകൊണ്ട് അച്ഛനും ചേട്ടനുമാണ് കൂടുതൽ ഇതൊക്കെ ചെയ്തത്. വേണ്ട, വാവച്ചിനെ വിളിച്ചാൽ അറിയാം. കല്യാണത്തിന്റെ വിശദവിവരങ്ങളൊക്കെ അറിയാം. ഒന്നും പറയണ്ട. ഓക്കെ. ശിവരാജനാണ്. അപ്പൊ നമ്മള് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൈനീട്ടം വയ്ക്കാൻ പോവാണ്. എന്നാ പിടി അങ്ങനെയൊന്നുമില്ല. കൈനീട്ടം കൊടുക്കണല്ലേ? ഒരാ വേണ്ട. അപ്പൊ അങ്ങനെ നമ്മള് കൈനീട്ടമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിക്കും. പിന്നെ സദ്യയുടെ പരിപാടിയൊക്കെ ഇതൊക്കെ തന്നെ പരിപാടി. അമ്മ ഞാൻ ഇപ്പൊ വരാം. അപ്പൊ കണ്ടിന്യൂ. അപ്പം ഇവിടെ എല്ലാവരും ഉണ്ട്. നിങ്ങളൊരു ഹാപ്പി വിഷു പറഞ്ഞേ. ഹാപ്പി വിഷു. അങ്ങനെ കൈനീട്ടം പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ എന്താ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ നാട്ടിൽ നിന്ന് വിട്ടു നിന്നപ്പോഴാട്ടോ ഈ നമ്മുടെ അമ്പലത്തിനും പ്രസാദത്തിനൊക്കെ ഇത്രയും ഭംഗിയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവണേ. നമുക്ക് അമ്പലത്തിൽ നിന്ന് പായസം കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ പുട്ടും പഴവും.
നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവോ ചേച്ചി? അച്ഛൻ എന്താ ചെയ്യണേ? പായസം പായസം. എന്ത് പായസം? പരിപ്പ് പായസം. അതിന് വേണ്ടത് തേങ്ങ, ശർക്കര, പരിപ്പ്. പാത്രം കഴുകണം. അങ്ങനെ ഞാൻ പതിയെ പതിയെ വീടൊരു ബിഗ് ബോസ് ഹൗസ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് എത്തി. അച്ഛൻ്റെ പായസം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് തന്നെ എത്തി. കയ്യില് നമ്മള് പോയിട്ട് സ്പെഷ്യലി ഉണ്ടാക്കിയതാണ്. ഇതിങ്ങനെ കമ്പി ഇപ്പം മരം വെച്ചിട്ട് റിവെറ്റ് ചെയ്തെടുക്കും. അച്ചാറോ? നാരങ്ങച്ചാറ് അടിപൊളി. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് ചേട്ടൻ്റെ അച്ഛനാണ്. അച്ഛനൊരു റിട്ടയർഡ് പോളിടെക്നിക് അധ്യാപകനാണ്. അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ പായസം അതുപോലെ മീറ്റ് ഐറ്റംസൊക്കെ അച്ഛൻ നന്നായിട്ട് കുക്ക് ചെയ്യും. കാരണം എന്തെങ്കിലും ഒരു ഫാമിലി ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പം അച്ഛൻ്റെ പായസം ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ്. അത് അച്ഛൻ്റെ അല്ലയാണോ? ചോറിലും സൈഡിലായിട്ടാണ് കിട്ടാൻ മട്ടനാ ഇറച്ചിക്കറി ബീഫ് അവിടെ ശരിച്ചിരിക്കട്ടെ. അവിടെ അഞ്ചിരിക്കട്ടെ. അവിടെ അതിർത്തും ഉപ്പിരിക്കും. അഭിപ്രായത്തിൽ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോഴാണ് നമുക്ക് എന്തോരം പ്രഷ്യസ് ആയിരുന്നു ആ മൊമെൻറ്റ്സ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാനിത് ഇപ്പോൾ വീട്ടിൽ നല്ല സുഖമായിട്ടിരിക്കുന്ന എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. കാരണം നമ്മൾ ആ മൊമെൻറ്റിൽ ജീവിക്കുമ്പോൾ നമുക്കറിയില്ല ആ മൊമെൻറ്റ്സൊക്കെ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭയങ്കര സാഹിത്യമൊന്നുമല്ല, എന്നാലും ഇതെല്ലാം NRIക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിഷുവിൻ്റെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ വീട് കാലടിയിലാണ്, എൻ്റെ വീട് പറവൂരാണ്. അപ്പം പറവൂർ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്മയുടെ വീടുണ്ട്, അതായത് തറവാടുണ്ട്. അതുപോലെ അമ്മയുടെ ചേച്ചിയുടെ വീട്, ചേച്ചിയമ്മയുടെ വീടുണ്ട്. അങ്ങനെ 3 വീട് അടുത്തായതുകൊണ്ട് ഒരുപാട് കസിൻസ് ഉണ്ടാവും. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ അമ്മാമ്മേനെയാണ് കേട്ടോ, അതായത് അമ്മയുടെ അമ്മ. അപ്പോൾ അമ്മാമ്മേനെ ഞാൻ വിളിച്ചിരുത്തി കൈനീട്ടം കൊടുക്കുന്ന സീൻസാണിത്. ഇനി വാവച്ചി അടുത്തൊന്നും മാറില്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ കസിൻ സിസ്റ്റേഴ്സിൻ്റെ പിള്ളേരാണ്. അപ്പോൾ ഓരോ തവണ വരുമ്പോഴും ഇങ്ങനെ പിള്ളേരുടെ എണ്ണമൊക്കെ ഇങ്ങനെ കൂടി കൂടി വരട്ടെ. പാച്ചു കളിച്ചേ.
ഇതാ.